blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. മറക്കാനാവാത്ത ഒരു അനുഗ്രഹം കർത്താവ് നിങ്ങൾക്ക് സമ്മാനിക്കട്ടെ. നമുക്ക് വളരെ വേഗത്തിൽ തുടർന്നുള്ള പ്രോഗ്രാമുകളിലേക്ക് പോകുന്നതിന് മുൻപ് ഈ എപ്പിസോഡ് സാധ്യമാക്കി തീർത്ത ഫൈനാൻഷ്യൽ പാർട്ട്നേഴ്സിന് വേണ്ടി നമുക്ക് ഏവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് പാലയിൽ നിന്നുള്ള അജീന ബെന്നിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ബർത്ത്ഡേ നാളെ സെലിബ്രേറ്റ് ചെയ്യുന്നല്ലോ. ഞങ്ങൾ ഒരുമിച്ച് തൻ്റെ ജന്മദിനത്തെ അനുഗ്രഹിക്കുന്നു. ഫിറ്റ്സിൽ നിന്നും പൂർണ്ണമായ സൗഖ്യം കർത്താവ് നൽകി. ഇനി മരുന്ന് കഴിക്കേണ്ടാത്ത രീതിയിൽ കർത്താവ് ഒരു സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അബുദാബിയിൽ നിന്നുള്ള ഹന്ന മറിയ ബൈജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് നൽകിയ രോഗസൗഖ്യത്തിനായി നന്ദി പറയുന്നു. കർത്താവെ, ന്യൂസിലാൻഡിൽ നിന്നുള്ള സിജോയ് ജെയിംസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ന്യൂസിലാൻഡിൽ PG കഴിഞ്ഞ ഉടൻ തന്നെ കർത്താവെ, അങ്ങ് ജോലി നൽകിയതിനായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയ്ക്ക് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. അതുപോലെ കർത്താവ്, ഇടപ്പള്ളിയിൽ നിന്നും മനോജ് AK വേണ്ടിയും ഷിൻ മനോജിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്നല്ലോ. കർത്താവ് അവരുടെ ദാമ്പത്യ ജീവിതത്തെ ഏറ്റവും അനുഗ്രഹിക്കുകയും മകൾ ജെസിക്കയ്ക്ക് നല്ല വിദ്യാഭ്യാസവും ഭാവിയും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നെയ്യാറ്റിൻകരയിൽ നിന്നുള്ള ഇമ്മാനുവേൽ റിജോ ബെൻവിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ 1ാമത്തെ ജന്മദിനം നാളെ സെലിബ്രേറ്റ് ചെയ്യുന്നല്ലോ. കർത്താവെ, ഈ സമയത്ത് ഇമ്മാനുവേലിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തൻ്റെ പിതാവ് ബിജോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ബിസിനസ് വളരുവാൻ, അഭിവൃദ്ധി പ്രാപിക്കുവാൻ കർത്താവെ അങ്ങ് സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഹരിപ്പാട് മാർച്ച് 17 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. റോള ഓഡിറ്റോറിയം, ഢാണപ്പടി, ഹരിപ്പാട്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തൃശൂർ മാർച്ച് 18 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ, പാലസ് റോഡ്, തൃശൂർ. Without the Holy Spirit, a believer is like a balloon without the air in it. പരിശുദ്ധാത്മാവില്ലെങ്കിൽ വായു നിറഞ്ഞിട്ടില്ലാത്ത, കാറ്റ് ഇല്ലാത്ത ഒരു ബലൂൺ പോലെയാണ് വിശ്വാസി. You have nothing. അതിൻ്റെ അകത്തൊന്നുമില്ല. When you have the Holy Spirit in you, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങൾ വന്ന് നിറയുമ്പോൾ you are big, you are sizable, and people will notice you. പരിശുദ്ധാത്മാവ് നിങ്ങൾ വന്ന് നിറയുമ്പോൾ നിങ്ങൾക്ക് വലിപ്പമുണ്ടാകുന്നു. ആളുകൾ നിങ്ങളെ ശ്രദ്ധിക്കാനിടയാവും. I have given this example before, but I just want to give you once again. ഇതിനു മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ വീണ്ടും അതൊന്ന് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. Many years back in a children's park, there was a balloon man. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുട്ടികളുടെ പാർക്കിൽ ബലൂൺ വിൽപ്പനക്കാരുണ്ടായിരുന്നു. And he was selling hydrogen balloons. അദ്ദേഹം ഹൈഡ്രജൻ ബലൂണുകളാണ് വിറ്റിരുന്നത്. You know the speciality of hydrogen balloons. അതിന്റെ പ്രത്യേകതകൾ നിങ്ങൾക്കറിയാമോ? If you let it go, it will go up and up and up. അത് നിങ്ങൾ കയ്യിൽ നിന്ന് വിട്ട് കളഞ്ഞാൽ അത് ഉയർന്ന് മുകളിലേക്ക് പോവുള്ളൂ. So this guy had blue balloons, red balloons, violet balloons, black balloons and many different kinds of balloons. ഇദ്ദേഹത്തിന് നീല നിറത്തിലുള്ളതും ചുവപ്പ് വർണ്ണത്തിലുള്ളതുമായ നിരവധി പല കളറുകളിലുള്ള ബലൂണുകൾ ഉണ്ടായിരുന്നു. So a boy came to the balloon man and asked a question. ഒരു ബാലകൻ ഈ വിൽപ്പനക്കാരന്റെ അടുക്കൽ വന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു. Uncle, you have different color balloons. അങ്കിളെ, അങ്ങയുടെ കയ്യിൽ ഒത്തിരി പല കളറുള്ള ബലൂൺ ഉണ്ടല്ലോ. If you have a white balloon and if you fill it with hydrogen, will it go up? ഒരു വെള്ള നിറത്തിലെ ബലൂൺ കയ്യിലുണ്ടെങ്കിൽ അത് ഹൈഡ്രജൻ നിറച്ച് കഴിഞ്ഞാൽ അത് മുകളിലേക്ക് പോകുമോ? The balloon man, sure. തീർച്ചയായിട്ടും പോകും. If it is blue, will it go?
നീലയാണെങ്കിൽ പോകുമോ? If it is black, will it go? കറുത്ത നിറത്തിലുള്ളതാണെങ്കിൽ അത് മുകളിലേക്ക് പോകുമോ? Then the balloon man got the idea and he said, son, it doesn't matter what color the balloon has. If you have the hydrogen in it, it will go up. മകനെ, ബലൂണിന്റെ കളർ എന്താണെന്നുള്ളത് അവിടെ പ്രശ്നമല്ല. അതിൻ്റെ അകത്ത് ഹൈഡ്രജൻ ചെന്ന് കഴിഞ്ഞാൽ അത് മുകളിലേക്ക് പോകും. Hallelujah. ഹല്ലേലൂയ. So what is the message here? സന്ദേശം എന്താണ്? Your color does not matter. നിങ്ങളുടെ നിറം ഒരു പ്രശ്നമല്ല. Your outward appearance does not matter. നിങ്ങളുടെ പുറമേയുള്ള കാഴ്ചയിൽ അതൊന്നും പ്രശ്നമല്ല. You're white or yellow or black, that doesn't matter. നിങ്ങൾ വെളുത്ത നിറമാണോ മഞ്ഞ നിറമാണോ കറുത്ത നിറമാണോ അതൊരു പ്രശ്നമല്ല. If you have the Holy Spirit in you, when Jesus comes, you will go up. നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ കർത്താവ് വരുമ്പോൾ നിങ്ങൾ ഉയരത്തിലേക്ക് എടുക്കപ്പെടും. Hallelujah. ഹല്ലേലൂയ. Color is not a problem. നിറം ഒരു പ്രശ്നമല്ല. Race is not a problem. വർഗ്ഗം ഒരു പ്രശ്നമല്ല. Qualifications are not a problem. യോഗ്യതകൾ ഒരു പ്രശ്നമല്ല. If you have the Holy Spirit, you will go up. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നിങ്ങൾ മുകളിലേക്ക് പോകും. Somebody say hallelujah. ഒരു ഹല്ലേലൂയ. The Holy Spirit came to impart spiritual gifts on us. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ആത്മീക കൃപാവരങ്ങളെ പകരുവാനായി വന്നു. 1 Corinthians chapter 1 verse number 7. 1 കൊരിന്ത്യർ 1:7 1 Corinthians chapter 1 verse number 7. Therefore you do not lack any spiritual gift, as you eagerly wait for our Lord Jesus Christ to be revealed. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. Everybody shout spiritual gifts. എല്ലാവരും പറയാമോ? കൃപാവരങ്ങൾ. Once again, കൃപാവരങ്ങൾ. we can call them charismatic gifts or gracelets or spiritual gifts. These are the same. ആത്മീക വരങ്ങളെന്നോ കൃപാവരങ്ങളെന്നോ അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇതിനെ വിളിക്കാവുന്നതാണ്. The Holy Spirit came into this world to give us what? Spiritual gifts. പരിശുദ്ധാത്മാവ് ഈ ലോകത്തിൽ നമുക്ക് ആത്മീക വരങ്ങളെ നൽകുവാൻ വന്നവനാണ്. 1 Corinthians 12:1. 1 കൊരിന്ത്യർ 12:1. Now about the gifts of the Spirit, brothers and sisters, I do not want you to be uninformed. സഹോദരരെ, ആത്മീയ വരങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിവില്ലാത്തവരായിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Why? Because there is a lot of ignorance about the spiritual gifts. കാരണം ഈ ആത്മീക വരങ്ങളെക്കുറിച്ച് ഒത്തിരി അജ്ഞതയുണ്ട്. So many people believe that in the first century there were spiritual gifts in operation, but today that is not needed. പല ആളുകൾ ഇപ്രകാരം വിശ്വസിക്കുന്നു, ആദ്യ നൂറ്റാണ്ടിൽ സഭയിൽ ഒത്തിരി കൃപാവരങ്ങൾ നൽകപ്പെട്ടു, എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊന്നും ആവശ്യമില്ല. Some denominations believe that. ചില സഭാവിഭാഗങ്ങൾ Some believers believe that. ചില വിശ്വാസികൾ ചിന്തിക്കുന്നു. And this is called the cessation theory. ഇതിനെ നിന്നുപോകൽ സിദ്ധാന്തം എന്ന് പറയുന്നു. That means when the Bible was finished, that means the 66 books of the Bible were finished, the operations of the Holy Spirit, spiritual gifts also was finished. ആ സിദ്ധാന്തം അല്ലെങ്കിൽ ആ പഠിപ്പിക്കൽ ഇപ്രകാരമാണ്: വചനത്തിലെ ബൈബിളിലെ 66 പുസ്തകങ്ങളും എഴുതി തീർന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളുടെ പ്രവർത്തനങ്ങളും നിന്നുപോയി. That is a misunderstanding. അതൊരു തെറ്റിദ്ധാരണയാണ്. Until the coming of the Lord, the spiritual gifts will be operational in all the churches if we welcome. നമ്മൾ സ്വാഗതം ചെയ്താൽ കർത്താവിന്റെ രണ്ടാമത്തെ വരവ് വരെ സഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. Hallelujah. ഹല്ലേലൂയ. So the gifts of the Holy Spirit are imparted by the Holy Spirit upon the believers. പരിശുദ്ധാത്മാവിനാൽ ഈ കൃപാവരങ്ങൾ വിശ്വാസികളുടെ മേൽ പകരപ്പെടുന്നു. And many believers believe that there are 9 gifts of the Holy Spirit. പല വിശ്വാസികളും ചിന്തിക്കുന്നു 9 കൃപാവരങ്ങളാണുള്ളത്. That's wrong. തെറ്റാണ്. See, Peter Wagner, a great theologian and scholar, he says there are minimum 27 spiritual gifts mentioned in the Bible. സി പീറ്റർ വാഗ്നർ എന്ന് പറയുന്ന ഒരു വളരെ പ്രശസ്തനായ ഒരു ദൈവ പണ്ഡിതൻ, അദ്ദേഹം പറയുന്നത് ഏറ്റവും കുറഞ്ഞത് ബൈബിളിൽ 27 കൃപാവരങ്ങളെ കുറിച്ചെങ്കിലും പറയുന്നുണ്ട്. In different parts of the Bible it is mentioned. വചനത്തിൽ പലയിടങ്ങളിലായി അതിനെക്കുറിച്ച് പറയുന്നു. Let's read 1 Corinthians chapter 12. നമുക്ക് ഒരുമിച്ച് 1 കൊരിന്ത്യർ 12 വായിക്കാം. 4 through 11. 4 മുതൽ 11 വരെ. Are you there? നിങ്ങൾ അവിടെ ഉണ്ടോ? Hallelujah. ഹല്ലേലൂയ.
So, are you receiving something this morning? ഇന്ന് നിങ്ങൾ പകൽ ചിലത് പ്രാപിക്കുന്നുണ്ടോ? And the good news is that while I am speaking about the spiritual gifts, it can be imparted here. ഒരു നല്ല കാര്യം എന്നത് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് പ്രാപിച്ചെടുക്കുവാൻ കഴിയും. Hallelujah. ഹല്ലേലൂയ. Because in this body of Christ, in blessing centers, the spiritual gifts are in operational. Because you are under that cover, you can receive it without any effort. നിങ്ങൾ ഒരു ബ്ലെസ്സിങ് സെന്ററിനകത്തായിരിക്കുന്നത് കൊണ്ട്, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്കകത്തായിരിക്കുന്നത് കൊണ്ട്, ആ കവറിങ്ങിൻ്റെ കീഴിൽ നിങ്ങൾ നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വളരെ വേഗത്തിൽ കൃപാവരങ്ങളെ സ്വീകരിക്കാൻ കഴിയും. 1 Corinthians 12:4, there are different kinds of gifts, but the same Spirit distributes them. വിവിധ കൃപാവരങ്ങളുണ്ട്, ആത്മാവോ ഒന്നു മാത്രം. Hello. There are different kinds of spiritual gifts. വിവിധ തരത്തിലുള്ള കൃപാവരങ്ങളുണ്ട്. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, കൃപാവരങ്ങൾ പല തരത്തിലുണ്ട്, പക്ഷേ അത് നൽകുന്നത് ഒരേ ആത്മാവാണ്. ഏതാണ് ആത്മാവ്? പരിശുദ്ധാത്മാവ്. Verse number 5, there are different kinds of service, but the same Lord. 5, ശുശ്രൂഷകൾ പലവിധമുണ്ട്, കർത്താവോ ഒരുവൻ മാത്രം. എല്ലാവരും പറഞ്ഞേ, ശുശ്രൂഷകൾ പലവിധമുണ്ട്, കർത്താവ് ഒരുവൻ മാത്രം. If there are thousands of people connected to blessing centers, each one in these thousands of people in that community can have different kinds of services or ministries. ആയിരക്കണക്കിന് ആളുകൾ ബ്ലെസ്സിംഗ് സെന്ററിലൂടെ ബന്ധപ്പെട്ടിരിക്കുന്നെങ്കിൽ പലർക്കും പല തരത്തിലുള്ള കൃപാവരങ്ങളായിരിക്കും ദൈവം നൽകുന്നത്. Hallelujah. ഹല്ലേലൂയ. Each one in service may be differing. ഓരോ ആളുകൾക്കുമുള്ള ശുശ്രൂഷകൾ പലതായിരിക്കാം. Hallelujah. ഹല്ലേലൂയ. So I cannot say this man is doing a different ministry, I am doing a different ministry, so his ministry is wrong. ഒരാൾക്ക് പറയാൻ സാധിക്കില്ല, ഇദ്ദേഹം വേറൊരു ശുശ്രൂഷയാണ് ചെയ്യുന്നത്, ഞാൻ ഇന്ന ശുശ്രൂഷയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇവൻ പോട്ടെ എന്ന് പറയാൻ കഴിയില്ല. No. God, the Lord is the same, but God is giving us different kinds of ministries. കർത്താവ് ഒരുവൻ മാത്രം, എന്നാൽ ആ കർത്താവ് നമുക്ക് പല തരത്തിലുള്ള ശുശ്രൂഷകൾ നമ്മൾ ഏൽപ്പിക്കുന്നു. Number 6, there are different kinds of working, but in all of them and in everyone it is the same God at work. പ്രവൃത്തികളും ബഹുവിധം, എന്നാൽ എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്നത് ഒരേ ദൈവം തന്നെ. Hallelujah. ഹല്ലേലൂയ. So it is God who is working through us. ദൈവമാണ് നമ്മളിലൂടെ പ്രവർത്തിക്കുന്നത്. Say hallelujah. ഹല്ലേലൂയ. Number 7, now to each one the manifestation of the Spirit is given for the common good. ഓരോരുത്തരും ആത്മാവിന്റെ പ്രകാശനം നൽകിയിരിക്കുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. One of the foundational fundamental things that we should understand is that the spiritual gifts are given for common good. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട അടിസ്ഥാനപരമായ ഒരു കാര്യം, പൊതു നന്മയ്ക്ക് വേണ്ടിയാണ് കൃപാവരങ്ങൾ നൽകിയിരിക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞേ, എന്തിനു വേണ്ടിയാ? പൊതു നന്മയ്ക്ക് വേണ്ടി. If God is giving you the gifts of prophecy, it is not for you, it is for the good of others. ദൈവം നിങ്ങൾക്ക് ഒരു പ്രവചനവരം തന്നെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടിയല്ല തന്നിരിക്കുന്നത്, മറ്റുള്ളവരുടെ ഗുണത്തിന് വേണ്ടിയാണ് കർത്താവ് തന്നിരിക്കുന്നത്. If God has given you the gift to preach, it is not for you, it is not for your livelihood, it is for the common good of the whole body of Christ. നിങ്ങൾക്ക് വചനം പ്രസംഗിക്കാൻ ഒരു കൃപാവരം കർത്താവ് നൽകിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, നിങ്ങളുടെ ഉപജീവനത്തിന് വേണ്ടിയുള്ളതല്ല, മറ്റുള്ളവരുടെ പൊതു പ്രയോജനത്തിന് വേണ്ടിയാണ് കർത്താവ് നൽകിയിരിക്കുന്നത്. God is working in and through you. ദൈവം നമ്മളുടെ അകത്ത് നമ്മളിലൂടെ പ്രവർത്തിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. So no spiritual gift is for us. ഒരു കൃപാവരങ്ങളും നമുക്ക് സ്വന്തമായിട്ട് തന്നിരിക്കുന്നതല്ല. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ, ഒരു കൃപാവരം പോലും നമുക്ക് വേണ്ടിയുള്ളതല്ല, പിന്നെ എന്തിനുള്ളതാ? പറഞ്ഞോളൂ, പിന്നെ എന്തിനുള്ളതാ? പൊതു നന്മയ്ക്ക് വേണ്ടി. When you pray, if people are getting healed, it is not for you, it is not for the advantage of your ministry, it is not for the publicity of your ministry, it is for the healing and comfort and deliverance of others. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്നെങ്കിൽ അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി കർത്താവ് നൽകിയിരിക്കുന്നതല്ല, നിങ്ങളുടെ ശുശ്രൂഷ ഉയരാൻ വേണ്ടി കർത്താവ് നൽകിയതല്ല, മറ്റുള്ളവരുടെ വിടുതലിനും സൗഖ്യത്തിനും ആശ്വാസത്തിനും വേണ്ടി കർത്താവ് നൽകിയിരിക്കുന്നത്. There are so many hurting people in this world. ഒത്തിരി മുറിവേറ്റവർ ഈ ലോകത്തിലുണ്ട്. There are so many sick people in this world. നിരവധി രോഗികൾ ഈ ലോകത്തുണ്ട്. There are so many dying people in this world. മരിച്ചുകൊണ്ടിരിക്കുന്നവർ അനേകരുണ്ട്. The spiritual gift is given for their good. അതുകൊണ്ട് നിങ്ങൾക്ക് കൃപാവരങ്ങൾ നൽകിയിരിക്കുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടി, മറ്റുള്ളവരുടെ പ്രയോജനത്തിന് വേണ്ടിയാണ്. Coming to verse number 8, to one there is given through the Spirit a message of wisdom, to another a message of knowledge by means of the same Spirit.
8 ഒരാൾക്ക് ആത്മാവിലൂടെ ജ്ഞാനത്തിന്റെ വചനം നൽകിയിരിക്കുന്നു, മറ്റൊരാൾക്ക് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും. Hallelujah. ഹല്ലേലൂയ. So God is full of knowledge. He is the source of all knowledge. ദൈവത്തിൽ സകല ജ്ഞാനവും നിറഞ്ഞിരിക്കുന്നു, അവനാണ് സകല ജ്ഞാനത്തിന്റെയും ഉറവിടം. ഈ വർഷം ആദ്യം മുതൽ ബ്ലെസ്സിംഗ് ടുഡേയുടെ ഈ ശുശ്രൂഷകളിൽ പങ്കാളികളാകാൻ അവസരം നൽകിക്കൊണ്ട് ഒരു അനൗൺസ്മെൻറ്റ് നൽകിയിരുന്നു. അതിന് പ്രകാരം ഒത്തിരി പേർ ബ്ലെസ്സിംഗ് ടുഡേയോട് ചേർന്ന് പാർട്ട്നേഴ്സാകാൻ തീരുമാനിച്ച് അവരുടെ വിലപ്പെട്ട പ്രാർത്ഥനാ വിഷയങ്ങളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾ ആ ഇരിപ്പിലിരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനാ വിഷയങ്ങളിലേക്ക് കൈ നീട്ടിപ്പിടിക്കുക, സ്ക്രീനിലേക്ക് കൈ നീട്ടിപ്പിടിക്കുക. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവേ, ബ്ലെസ്സിംഗ് പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാമിൽ പങ്കാളികളായി തീർന്ന എല്ലാവർക്കു വേണ്ടിയും ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇതിൽ എഴുതപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഓരോന്നും കർത്താവ് കൈകാര്യം ചെയ്ത് വലിയ വിടുതലും അനുഗ്രഹവും കർത്താവ് നീ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗികൾ സൗഖ്യമാകട്ടെ, മക്കളില്ലാത്തവർക്ക് മക്കൾ ഉണ്ടാകട്ടെ, വിവാഹങ്ങൾ നടക്കേണ്ടവർക്ക് അത് നടക്കട്ടെ, ജോലി ലഭിക്കേണ്ടവർക്ക് ലഭിക്കാനായി പ്രാർത്ഥിക്കുന്നതിൽ തൻ്റെ കർത്താവെ, പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല ജയം കർത്താവ് കൊടുക്കണമേ, പഠിക്കുവാനുള്ള കൃപ കൊടുക്കണമേ, ഉയർച്ച കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകട്ടെ, ജോലിയിലും ബിസിനസ്സിലും ഐശ്വര്യം ഉണ്ടാകട്ടെ, ശുശ്രൂഷകരായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശുശ്രൂഷയിൽ അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിലെന്തെല്ലാം എഴുതപ്പെട്ടിട്ടുണ്ടോ അതിലെല്ലാം കർത്താവെ, അങ്ങ് അനുഗ്രഹങ്ങളെ ചൊരിഞ്ഞതിനാൽ നന്ദി പറയും. താങ്ക് യു ജീസസ്. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഇതുവരെ ബ്ലെസ്സിംഗ് പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാമിൽ പങ്കാളികളായ എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഇതുവരെ പങ്കാളികളായിട്ടില്ലാത്തവർ, നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫോൺ എടുത്ത് സ്ക്രീനിലെ നമ്പറിൽ ഒരു മിസ്ഡ് കോൾ നൽകുക. ഇവിടെ നിന്നും ശുശ്രൂഷകർ നിങ്ങളെ വിളിച്ച് അതിനുള്ള വിശദാംശങ്ങൾ നൽകുന്നതായിരിക്കും. ഗോഡ് ബ്ലെസ് യു. God is full of wisdom. He is the source of all wisdom. ദൈവം ജ്ഞാനത്തിന്റെ ഉറവിടമാണ്. യേശുവും ജ്ഞാനം നിറഞ്ഞിരിക്കുന്നവനാണ്. Hallelujah. Hallelujah. But sometimes he will give you the message of wisdom to some person. എന്നാൽ ചില സമയത്ത് ഒരു ജ്ഞാനത്തിന്റെ സന്ദേശം മറ്റുള്ളൊരാൾക്ക് കൊടുക്കുവാൻ ദൈവം നമുക്ക് നൽകും. Suppose you have a huge library. ചിന്തിക്കുക, നിങ്ങൾക്കൊരു വലിയൊരു ലൈബ്രറി ഉണ്ട്. You have 10,000 books put in order. 10,000 ബുക്കുകൾ നിങ്ങൾ ക്രമീകരിച്ചു വെച്ചിരിക്കുകയാണ്. And you have categorized topic wise or subject wise. വിഷയാനുസൃതമായി നിങ്ങൾ അതിനെ തരംതിരിച്ചിരിക്കുന്നെങ്കിൽ, so in that room there is a world of knowledge and wisdom. ആ മുറിക്കകത്ത് വലിയൊരു ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും ഒരു ലോകമാണത്. But you don't know all these pages by heart. നിങ്ങൾക്ക് ഇതിലെ എല്ലാ പേജുകളും കാണാതെ അറിയില്ല. But when you want to refer a particular subject, you can go to the particular shelf and take a particular book and turn the pages and come to a particular page and take the information. നിങ്ങൾക്കൊരു പ്രത്യേക കാര്യത്തെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വെച്ചിരിക്കുന്ന അലമാരയുടെ അടുക്കൽ ചെന്ന് ആ പ്രത്യേകമായ വിഷയം വെച്ചിരിക്കുന്ന ബുക്കുകളുടെ ഇടയിൽ നിന്ന് ആ പുസ്തകം എടുത്ത് അതിലെ പേജുകൾ മറിച്ച് നിങ്ങൾക്ക് ആ വിഷയത്തെക്കുറിച്ച് അവിടെ പ്രത്യേകമായി പഠിക്കാൻ കഴിയും. And you get a piece of knowledge, a piece of wisdom. ഒരു ജ്ഞാനത്തിന്റെ ശകലം നിങ്ങൾക്ക് ലഭിക്കുകയാണ് അവിടെ നിന്ന്. God is that library. ദൈവമാണ് ആ ലൈബ്രറി എന്നുള്ളത്. And we go there and turn the pages and take one piece of information, knowledge or wisdom. Then you get message of wisdom or message of knowledge. ആ ദൈവമാകുന്ന ലൈബ്രറിയിൽ നിന്നും നിങ്ങൾ ആ പുസ്തകത്തിൽ നിന്നും ഒരു അല്പം ജ്ഞാനം നിങ്ങൾ പ്രാപിച്ച് അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ പകരുകയാണ്. Can I tell you something? ഞാൻ പറയട്ടെ. And the Holy Spirit is the librarian. പരിശുദ്ധാത്മാവാണ് ആ ലൈബ്രറിയൻ. Hallelujah. Hallelujah. He approached the Holy Spirit. He as an expert librarian will give you the right information. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സമീപിക്കുമ്പോൾ ഒരു വിദഗ്ധനായ ലൈബ്രറിയൻ എന്ന പോലെ പരിശുദ്ധാത്മാവ് വേണ്ട വിവരങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു. Hallelujah. Hallelujah. കുഞ്ഞിന് ദൈവം ചെയ്തൊരു അത്ഭുതത്തിന്റെ സാക്ഷ്യമാണ്. സഹോദരിയാണ് ഇപ്പുറത്ത് നിൽക്കുന്നത്. ഇത് സഹോദരി. ഈ കുഞ്ഞ് നമ്മളുടെ കുഞ്ഞല്ലേ? ഓക്കെ, ഇത് സിസ്റ്ററിന്റെ 2ാമത്തെ കുഞ്ഞാണ്. പ്രഗ്നന്റ് ആയി 3 മാസമായി കഴിഞ്ഞപ്പോൾ
കുഞ്ഞിനെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ കൂടുതലായി തല വളരുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അതിൽ ഒരു പ്രശ്നമുള്ളതുപോലെയൊന്നും അന്നത്തെ ഡോക്ടർ അത് പറഞ്ഞില്ല. പിന്നീട് ഇവർ ഫർദർ ട്രീറ്റ്മെൻറ്റുകൾക്ക് വേണ്ടി പോയപ്പോൾ അത് 5-ാമത്തെ മാസമൊക്കെ എത്തിയപ്പോഴാണ് ഇവരിത് കൂടുതലായി ഇതിനെപ്പറ്റി ശ്രദ്ധിക്കുകയൊക്കെ ചെയ്തത്. അവിടെ ചെന്നപ്പോൾ തലയുടെ വളർച്ച അത് വളരെ കൂടുതലാണെന്നും ജനിക്കുന്ന കുഞ്ഞ് മന്ദബുദ്ധിയായി പോകുമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. പിന്നെ ഇങ്ങനെയാണ് പറഞ്ഞത്, ഇത്രയൊക്കെ 5 മാസമായിട്ടില്ലായിരുന്നെങ്കിൽ കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളയാമായിരുന്നു. പക്ഷേ ഈ സമയമായപ്പോഴത്തേനും ഒന്നും നമുക്ക് നടക്കില്ല എന്ന് പറഞ്ഞു. സിസ്റ്റർ നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം സ്ഥിരമായി കാണുന്ന ഒരു വ്യക്തിയാണ്. അവർ ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം കണ്ട് പ്രാർത്ഥിക്കും. അത് കൂടാതെ നമ്മുടെ പ്രെയർ കോൾ സെൻറ്ററിലേക്ക് എപ്പോഴും ഇങ്ങനെയൊരു അവസ്ഥ വന്നപ്പോൾ വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ തലയിൽ നിന്ന് വെള്ളമെടുത്ത് ടെസ്റ്റ് ചെയ്യുന്ന കുറച്ചധികം പൈസ ചിലവുള്ള ഒരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് ചെയ്യുവാൻ കുഞ്ഞിനെ എങ്ങനെയാവും എന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. ആ സമയത്ത് നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ പ്രെയർ കോൾ സെൻറ്റർ വിളിച്ച് പ്രാർത്ഥിക്കും. നമ്മുടെ കൊല്ലത്തെ ബ്ലെസ്സിങ് സെൻറ്ററിൽ പോയി പ്രാർത്ഥിക്കും. അതുകൂടാതെ നമ്മുടെ പ്രെയർ ഡയറിയിൽ കുഞ്ഞ് ഉദരത്തിലിരിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. അത് ഈ സഹോദരി കൈകളിൽ വെച്ച് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. വളരെയധികം ബുദ്ധിമുട്ടുകളോടെ പ്രയാസത്തിലൂടെ ഒരു പെൺകുഞ്ഞാണെങ്കിൽ എന്താവും എന്നൊക്കെ ഓർത്ത് ഭയങ്കര പ്രയാസത്തിലൂടെ കടന്നുപോയി. എന്നാൽ ഇവർ ഈ ടെസ്റ്റ് നടത്തി, പ്രാർത്ഥനകൾക്കൊക്കെ ശേഷം ടെസ്റ്റ് നടത്തി അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു കുഞ്ഞിന് യാതൊരു കുഴപ്പവുമില്ല, നോർമലായൊരു കുഞ്ഞിനെയാണ് കർത്താവ് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞ് എന്ന് ആ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞിനെയും കയ്യിൽ വഹിച്ചുകൊണ്ടാണ് ഇവരുടെ. എത്ര മാസമായി കുഞ്ഞിന്? 4 മാസം. ഈ കുഞ്ഞിൻ്റെ തല ഒന്നും വലുതൊന്നുമല്ല, നോർമലായിട്ടുള്ള തലയാണ്. യാതൊരു പ്രശ്നവും ഇതിൽ കാണുന്നില്ല. വളരെ സ്മാർട്ടാണ്. ഹല്ലേലൂയ. കൈകൾ നീട്ടി ഇവരെ അനുഗ്രഹിക്കാമോ? കർത്താവേ, ഈ പൈതലിനെ അനുഗ്രഹിക്കുന്നു. ഒത്തിരി പ്രാർത്ഥനകൾ ഇവളിൽ നിക്ഷിപ്തമായിട്ടുണ്ട്. അതിനാൽ തന്നെ കർത്താവേ, ഇവൾ വളരുമ്പോൾ ദൈവമഹത്വത്തിനായി ഇവൾ ജീവിക്കട്ടെ. ഞങ്ങൾ ചേർന്ന് ഈ കുടുംബത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു. Jesus name. Amen. യേശുവിന്റെ കാൽപാദം പതിഞ്ഞ മണ്ണിലൂടെ നടക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ച സ്ഥലങ്ങൾ കാണുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ നിങ്ങൾക്കായിതാ ബ്ലെസ്സിങ് ടുഡേ ഒരുക്കുന്നു ഒരു സുവർണാവസരം. ബ്ലെസ്സിങ് ടുഡേ ഹോളി ലാൻഡ് ടൂർ 2017. ഈജിപ്ത്, ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ എന്നീ 4 രാജ്യങ്ങളിൽ ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ക്ഷമ ഡാമിയനോടുമൊപ്പം ഒരു ബൈബിൾ പഠനയാത്ര. എല്ലാ സുപ്രധാന സ്ഥലങ്ങളിൽ വച്ചും ബൈബിൾ ക്ലാസുകളും സംഗീതാരാധനയും. ബ്രദർ ഡാമിയനോടും കുടുംബത്തോടുമൊപ്പം വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കുള്ള അവസരം. 2017 മെയ് 8 മുതൽ 17 വരെ. നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 0484 422 101. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഹരിപ്പാട് മാർച്ച് 17 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. റോള ഓഡിറ്റോറിയം, ധാണപ്പടി, ഹരിപ്പാട്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തൃശൂർ മാർച്ച് 18 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ, പാലസ് റോഡ്, തൃശൂർ. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുന്ന സമയത്ത് വിശ്വസിക്കണം, TV യിലൂടെ ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു അനുഗ്രഹം കിട്ടുമോ? ഉത്തരം അനേക ആയിരങ്ങൾക്ക് ഇതിനു മുൻപ് ലഭിച്ചതിൻ്റെ സാക്ഷ്യങ്ങൾ ലോകമെമ്പാടും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അത് ഞാൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ടല്ല, അതിൻ്റെ പ്രത്യേകത കൊണ്ടുമല്ല, കർത്താവ് പ്രവർത്തിക്കുന്നത് കൊണ്ട്, നിങ്ങൾ വിശ്വസിക്കുന്നുമുണ്ട്. കർത്താവെ, ഈ സമയത്ത് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവിധ രീതിയിലുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. വളഞ്ഞിരിക്കുന്ന ചില അസ്ഥികൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ പൂർണ്ണമായത് നേരെയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുവാൻ കഴിയാത്ത കാതുകൾ യേശുവിൻ്റെ നാമത്തിൽ തുറന്നു വരട്ടെ. കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞുകൊണ്ടിരിക്കുന്ന പലരെയും കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ കണ്ണിൻ്റെ കാഴ്ചകൾ പൂർണ്ണമായി തിരികെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. നട്ടലിൽ ഡിസ്കുകൾക്കിടയിൽ നെർവ്സ് എന്തോ ജാമായി, ഭയങ്കരമായ ബാക്ക് പെയിനും ശരീരത്തിൻ്റെ താഴേക്കുള്ള ഭാഗത്ത് തളർച്ചയും ഒരുതരം മരവിപ്പും ഒക്കെ അനുഭവിക്കുന്ന ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. കിടന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് ഈ ബ്ലെസ്സിങ് ടുഡേ കാണുന്ന ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. ഞാൻ ചിലരെ കാണുന്ന ചില ട്യൂബുകളൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ വീട്ടിലായിരിക്കാം, ഹോസ്പിറ്റലിലായിരിക്കാം, വെൻറ്റിലേറ്ററിലായിരിക്കാം, ICUലായിരിക്കാം. നിങ്ങൾ എവിടെയാണെങ്കിലും ആ രോഗത്തെ എടുത്ത് മാറ്റുവാൻ ദൈവശക്തനാണ്. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ആ വിടുതലുകളും സൗഖ്യം ഇപ്പോൾ വന്നു ചേരട്ടെ. താങ്ക് യു. മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് അത്ഭുതകരമായി കുഞ്ഞുങ്ങളെ കൊടുക്കണമേ. എല്ലാ ആവശ്യങ്ങളും ദൈവത്തിൽ സമർപ്പിക്കുന്നു. ഞാൻ ഈ പറഞ്ഞത് കൂടാതെ മറ്റെന്തെങ്കിലുമാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ TV സ്ക്രീനിലേക്ക് ഇതുപോലെ കൈനീട്ടി പിടിക്കുക. നിങ്ങളുടെ ഉള്ളിൽ ആ കാര്യം യേശുവിനോട് പറയുക. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ആ വിഷയങ്ങൾ കൂടെ കണ്ടെത്തരം നൽകി ഏത് വിഷയത്തിലാണെങ്കിലും അങ്ങയുടെ ഒരത്ഭുതം കാണാൻ അങ്ങ് സഹായിക്കണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. നാളത്തെ ബ്ലെസ്സിങ് ടുഡേ കാണാൻ മറക്കരുത്. മാത്രമല്ല, അതിന് മുൻപ് ഒരാളോടെങ്കിലും ഇതുവരെ ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയണം. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ വരാൻ മറക്കരുത്. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങൾ, CDകളൊക്കെ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം. പ്രാർത്ഥനാ സഹായത്തിന് നിങ്ങൾക്ക് പ്രെയർ ലൈനിൽ വിളിക്കാം. കർത്താവ് ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.